എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ഫിറ്റ്നസ് സെന്ററുകൾ പറഞ്ഞ അവിടെ ഫിറ്റ്നസ് സെന്ററുകൾ ഉണ്ടായി. വനിതാ ഫിറ്റ്നസ് സെന്റർ എങ്ങനെ നിങ്ങളിത് നടത്തിക്കൊണ്ടുപോകാം? ധാരാളം ഇതിന്റെ തുടർ പ്രവർത്തനം നടത്തുക. ഇത് എവിടെയെങ്കിലും സ്ഥാപിച്ചതിന് ശേഷം ആരും കടന്നു പോകാത്ത പ്രദേശമായി ഇത് ഒരു പഴയ കെട്ടിടവും ഒക്കെ ആയി മാറും എന്നുള്ള ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ പലരും. എന്നാൽ ഇപ്പൊ നോക്കൂ, ഒന്നും അല്ല, ചില പഞ്ചായത്തുകളിൽ 2, 3 ഒക്കെ ആയി തുടങ്ങിയാണ്. തൃശ്ശൂർ ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററുകൾ എല്ലാം മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുക. അതൊരു ചെറിയ സന്തോഷമല്ല നമുക്ക് നൽകി. ഞങ്ങള് ഉദ്ഘാടനം ചെയ്തു പോയ നമ്മുടെ ഡിവിഷനിലേക്കുള്ളവർക്ക് ഇപ്പൊ വീണ്ടും ചെല്ലും 10-20 പേരൊക്കെ ആയിട്ട് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ ഫിറ്റ്നസ് സെന്ററുകളിൽ ഇപ്പോൾ 50 പേര്, 100 ആള്. ഇനി അത് വിപുലീകരിക്കുന്നതിനെ കുറിച്ച് പഞ്ചായത്തിലും പോലെ ചർച്ച ചെയ്യണം. വളാപ്പ് പഞ്ചായത്തിനോട് പറഞ്ഞു, ആളുകളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്, എല്ലാ ദിവസവും ഇങ്ങനെ പുതിയ അഡ്മിഷൻ വരികയാണ്. അതുകൊണ്ട് വലിയ കെട്ടിടം പണിയാണ് തുടങ്ങിയ പരിപാടി. കുടുംബശ്രീയാണ് അതിന്റെ എല്ലാ പ്രവർത്തനവും. ഇപ്പോ നമ്മുടെ സലീൽ പറഞ്ഞൊരു അവസാനത്തെ കാര്യം നോക്കൂ, ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പുതിയ പദ്ധതി വരികയാണ്. ഞങ്ങൾ കുടുംബശ്രീ ജില്ലാ പഞ്ചായത്തും കൂടിയാണ് ജോയിന്റ് വെഞ്ചറായിട്ടാണ് നടന്നത്. സ്കൂഫ എന്നാണ് അതിന് പേരിട്ട്. സ്കൂളുകളിലുള്ള ഒരു കോഫി ഷോപ്പ് പ്ലസ് കുട്ടികൾക്ക് ഈ പുറത്തൊന്നും പോയി, കാരണം ഇപ്പോ സ്കൂളിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലാണ് കംപ്ലീറ്റ് ലഹരി. മിഠായിയിൽ തുടങ്ങുകയാണ്, പുളിഞ്ചിയിൽ തുടങ്ങുകയാണ്, പിന്നെ മിഠായി, മറ്റു സാധനങ്ങൾ, ചെറിയ ചെറിയ ചോക്ലേറ്റുകൾ. ഇത് കഴിച്ചാൽ പിന്നെ അത് കഴിക്കാതിരിക്കാൻ അവർ പറ്റാത്ത തരത്തിൽ അഡിക്റ്റ് ആവുകയാണ്. അതിലൊക്കെ പലതുമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാം പരിശോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ കൃത്യമായും മിൽമയുടെയും സർക്കാരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ സ്കൂളിനകത്ത് കൊടുക്കുക, കുട്ടികളെ പുറത്തേക്ക് വിടാതിരിക്കുക. അതിനുവേണ്ടി നമ്മൾ സ്കൂഫ എന്ന് പറഞ്ഞ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് ഇത് ലഭ്യമാക്കാൻ ആവശ്യമായ പദ്ധതി നടത്തുക. IRTC സംവിധാനത്തിൽ നാളെ കുടുംബശ്രീയുടെ ഭക്ഷണം തുടങ്ങി സമൃദ്ധി ഭക്ഷണം വരാൻ പോവുകയാണ്. കാരണം വലിയ തരത്തിലുള്ള കോൺട്രാക്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വന്ദേ ഭാരതിലടക്കം മുഴുവരിച്ച ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആ സ്ഥലത്ത് കുടുംബശ്രീനെ, സമൃദ്ധിയെ ഒക്കെ ഇത് ഏൽപ്പിച്ചാൽ സത്യസന്ധതയോടുകൂടി പിന്നെ വിഷമയമല്ലാത്ത, നേരത്തെ പറഞ്ഞ പോലെ കേടില്ലാത്ത, പുഴുവരിക്കാത്ത ഭക്ഷണം കുടുംബശ്രീയുടെ കയ്യിൽ കിട്ടും എന്ന ഉറപ്പുള്ളതുകൊണ്ട് പലതിനും മുഖം തിരിഞ്ഞ് നിൽക്കുന്ന റെയിൽവേ സംവിധാനം കുടുംബശ്രീയുമായി ചേർന്ന് ഈ സംവിധാനം നടത്താൻ തീരുമാനിച്ചു. നാളെ തുടങ്ങണം. അത് കുടുംബശ്രീക്ക് കേരളീയ സമൂഹത്തിൽ ഇന്ത്യയിലും ലോകത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വിശ്വാസ്യതയുടെ അടയാളമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കുടുംബശ്രീ നടത്തുന്ന, കൃഷിയിൽ നടത്തുന്ന, ചെറുകിട വ്യവസായത്തിൽ നടത്തുന്ന, സ്ത്രീശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ദാരിദ്ര്യ ലഘൂകരണത്തിൽ നടത്തുന്ന, അതിദാരിദ്ര്യത്തിന്റെ കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലേക്കും കടന്നു ചെന്ന് അവരുടെ കൃത്യമായ അവസ്ഥ പരിശോധിച്ച് സ്റ്റാറ്റസ് മനസ്സിലാക്കിയിട്ട് അവര് അതിദാരിദ്ര്യ ലിസ്റ്റിൽ വരേണ്ടതാണോ എന്ന് സർവേ നടത്താൻ തീരുമാനിച്ചപ്പോൾ മറ്റു പലരെയും കുറിച്ച് ആലോചിച്ചപ്പോൾ അതൊക്കെ പിന്നെ നടക്കാൻ വഴിയില്ല എന്ന് കണ്ട് അത് കുടുംബശ്രീനെ ഏൽപ്പിച്ചു. വളരെ കൃത്യമായി സർവേ നടത്തി അതിദാരിദ്ര്യ ലിസ്റ്റ് കുടുംബശ്രീ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് പരിശോധിച്ചാൽ അത് കൃത്യമാണ് എന്ന് മനസ്സിലാക്കി. അതിനൊരു സമാന്തര സംവിധാനം രൂപപ്പെടുത്തിയെടുക്കാൻ കേരളത്തിന്റെ ഓരോ മേഖല, സേവന മേഖലയിലാണെങ്കിൽ അങ്ങനെ, പശ്ചാത്തല മേഖലയിലാണെങ്കിൽ, ഉത്പാദന മേഖലയിലടക്കം എല്ലായിടത്തും ഇടപെടുകയാണ്. ഇപ്പൊ പുതുക്കാട് മണ്ഡലത്തിൽ 40,000 വനിതകൾ കൃഷിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള പുതുക്കാട് പുലിം അല്ലെ, നമ്മളതിന്റെ പേരിട്ട് പുതുക്കാട് ഒരു പദ്ധതി കുടുംബശ്രീയാണ് നടത്തുന്നത്. ഒരു പുതിയ സംസ്കാരം അവിടുത്തെ സ്ത്രീകളുടെ ഇടയിൽ രൂപപ്പെട്ടു വന്നു. മിനിമം അടുക്കള അടുത്ത് ചുറ്റുവട്ടത്തിൽ ചെറിയ 5 സെന്റിലാണെങ്കിൽ ഒരു പച്ചമുളക് ഉണ്ടാവണം, ഒരു വെണ്ടക്കായ നട്ടുവഴുതനെങ്കിൽ ഉണ്ടാവണം. അത് ഒരു സംസ്കാരം വളർത്തിയെടുക്കുകയാണ് കാർഷിക മേഖല. ഇങ്ങനെ എല്ലായിടത്തും നടത്തുന്ന ഈ ഇടപെടലുകളെ നമ്മുടെ മീഡിയ പ്രവർത്തകർ കൂടി ഇത് മനസ്സിലാക്കുക എന്നുള്ള നല്ല ഉദ്ദേശമാണ്. കാരണം നമ്മളിപ്പോൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് ആളുകൾ ജീവിക്കുന്നത്. എന്തൊക്കെ നുണയാണ് ഈ നാട്ടില് പുറത്തേക്ക് വരണതെന്ന് ചോദിച്ചാൽ അവിടെ പറയണത് 100 ആള് ഒരുമിച്ച് ഒരു നുണ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലക്ഷങ്ങളിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അത് പിന്നീട് അത് നുണയായിരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ആ ലക്ഷങ്ങളിൽ ചിലപ്പോൾ ഒരു 50,000 ആള് അത് മനസ്സിലാവില്ല, ആ വാർത്ത കാണൂല. 50,000 ആൾക്കാരും ഈ നുണയുടെ പുറകിലാണ്. അതിനാകെ മാധ്യമങ്ങൾക്ക് മാത്രമല്ല, തിരുത്താനും ഈ സത്യസന്ധമായ വാർത്തയുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഒക്കെ അത് നമ്മുടെ പൊതുമാധ്യമങ്ങൾ. അതുകൊണ്ട് പൊതുമാധ്യമങ്ങളുടെ വലിയ പിന്തുണ
കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് ഡോക്ടർ സലീൽ ഏറ്റവും അവസാനം വെച്ചിട്ടുള്ളത്. ഇത്തരം മാതൃകാപരമായ പദ്ധതികളെ നമുക്ക് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനും അതിൻ്റെ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കാനും തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകർ നന്നായി ഇടപെടണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇന്നത്തെ മാധ്യമശില്പയായാലും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചാൽ അപ്പൊ ഇത് അവതരിപ്പിച്ചപ്പോ എല്ലാ കാനറ ബാങ്ക് അതിനാവശ്യമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയായിട്ട് അതിനെ മാറ്റാൻ പറ്റും. പിന്നെ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നേർരേഖയിലൂടെ പോകുക, അതിന് ദാരിദ്ര്യത്തിൽ നിന്ന് ഈ സംരംഭത്തിലേക്ക് മാറിയ നമ്മുടെ കുടുംബശ്രീ അപ്പൊ അത് കഴിഞ്ഞ 28 വർഷക്കാലമായി ജൂബിലി പിന്നിട്ട സമയത്തൊക്കെ നമ്മളെല്ലാം അതിലും പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അതുപോലെ ഞങ്ങളുടെ ഈ ലെഗസി മീഡിയയെ കോടതി പറഞ്ഞ നന്ദി. കാരണം ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഈ ലെഗസി മീഡിയ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് വലിയ ആൾക്കാർക്ക് വലിയ അറിവില്ല. അപ്പോൾ ഈ കുടുംബശ്രീയെ പോലെ ഞങ്ങളും ഈ മാധ്യമപ്രവർത്തനം ഈ നാടിൻ്റെ കരുതലായി കാവലായി നിൽക്കുന്ന ഉറപ്പുണ്ട്. അതുപോലെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ എല്ലാ കുടുംബശ്രീയുടെ കടയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കയറുന്നതാണ്. കാരണം നമുക്ക് നമ്മുടെ അയൽവാസികളോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരോ തരുന്ന ഭക്ഷണം പോലെ അല്ലെങ്കിൽ അവരുണ്ടാകുന്ന പ്രൊഡക്റ്റ് പോലെ നമുക്ക് വിശ്വസിക്കാവുന്നൊരു സംഭവമാണ് കുടുംബശ്രീയുടെ. അതെല്ലാ കാലത്തും മാധ്യമപ്രവർത്തകർക്ക് അറിയാം. അതായത് ഞങ്ങളുടെ ഈ മാധ്യമ പ്രവർത്തകരെയും വസ്തുതയും കൂടി ഈ പരിപാടി ഉൾപ്പെടുത്തിയത് നന്ദി. എല്ലാ പ്രവർത്തകരെയും മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്സ്. ലോകചരിത്രത്തിൽ ക്രിസ്തു എന്നുള്ള രീതിയിൽ മലയാളത്തിൽ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. ലോകചരിത്രത്തിൽ സാക്ഷരതാ പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ട ADMC-മാരും DPM-മാരും ചോദിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ സമയത്താണ് ഇത് ഉണ്ടാവും ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനൊരു അടിസ്ഥാന ആശയം നിലനിർത്തുന്നത് ഗോതമ്പിന്റെയും അരിയുടെയും ആയിരുന്നു.